എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഈ മണ്ഡലമാസത്തിൽ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ശാസ്ത അയ്യപ്പ സങ്കല്പവും മണ്ഡലകാലത്തെ പറ്റിയും പറയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. പ്രഭാഷണത്തിനായി തന്നിരിക്കുന്നത് 1 മണിക്കൂറാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അധിക സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. പരശുരാമൻ അല്ലെങ്കിൽ പരശുരാമസ്വാമി നമ്മളുടെ കേരളം വീണ്ടെടുത്തു തന്നു എന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് അദ്ദേഹം കേരളത്തിൻ്റെ സംരക്ഷണയ്ക്കായി 12 ശാസ്താക്ഷേത്രങ്ങളും 12 ദേവീക്ഷേത്രങ്ങളും സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ഈ 12 ശാസ്താക്ഷേത്രങ്ങൾ മലനിരകളിലും 12 ദേവീക്ഷേത്രങ്ങൾ സമുദ്രതീരത്തുമായിട്ടാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ നദീതീരത്തായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ സാന്ദർഭികമായി ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. കാരണം നമ്മൾ വസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് കേരളമാണ്, അല്ലേ? ഈ കേരളം എങ്ങനെ നമുക്ക് ലഭിച്ചു? അല്ലെങ്കിൽ ഈ ഭൂമി പൊതുവെ പറയുന്നത് പരശുരാമൻ സൃഷ്ടിച്ച ഭൂമിയാണെന്നാണ്. എന്നാൽ പരശുരാമസ്വാമി വീണ്ടെടുത്ത ഭൂമിയാണ് എന്നുള്ളതാണ് സത്യം. ഒരു കാലത്ത് കടലെടുത്തു പോയ ഭൂമി. കടലെടുത്തു പോകാൻ വല്ല ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണോ കേരളം? പാവയ്ക്ക പോലെ ഉള്ള ആകൃതിയിൽ സമുദ്രത്തിലേക്ക് ആഴ്ന്ന് കിടക്കുന്നത് പോലെയല്ലേ നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സമുദ്രം അല്ലെങ്കിൽ കടലെടുത്തു പോയി എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തിയില്ല. ഇനി അത് കൂടുതൽ വിശ്വസിക്കണമെങ്കിൽ രാമേശ്വരത്തുള്ള ധനുഷ്കോടിയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. ധനുഷ്കോടിയിൽ ചെന്നാൽ ആ സമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ വളരെ വലിയ തിരമാലകൾ അടിക്കുന്നത് കാണാം. ആ തിരമാല ഒന്ന് താന്നു വരുമ്പോൾ ആ തിരമാലകളുടെ ഇടയിൽ ഒരു റെയിൽവേ ട്രാക്ക് കാണാം. അതായത് അതിൽ കൂടെ ട്രെയിൻ ഓടിയിരുന്നു എന്നും റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു എന്നും അവിടെ പൊട്ടിപ്പൊളിഞ്ഞ പള്ളികളുടെ അവശിഷ്ടങ്ങളും എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. പക്ഷെ ഇന്നത് കടലെടുത്തു പോയി. നമ്മളുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നമ്മളുടെ കേരളം എന്ന ദേശത്തെ പറ്റി ധാരാളം പരാമർശമുണ്ട്. അപ്പോൾ കടലെടുത്ത് പോയതാണെന്നും അതിനു മുമ്പ് കേരളം ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രമാണസഹിതം പറഞ്ഞില്ലെങ്കിൽ അത് കുറച്ച് മോശമാവും. കാരണം ആചാര്യന്മാർ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും പ്രമാണസഹിതം പറയണം. അങ്ങനെയുള്ളവരെ പണ്ട് കാലത്ത് പ്രാമാണികർ എന്ന് പറയും. പ്രമാണം വെച്ചല്ല പറയുന്നതെങ്കിൽ അവരെ അപ്രമാണികർ എന്ന് പറയും, അപ്രാമാണികർ എന്ന്. അതുകൊണ്ട് നമുക്ക് പ്രമാണമനുസരിച്ച് കേരളത്തെ പറ്റി, കേരളം എന്ന് തന്നെയായിരുന്നു പേര്, കേരളത്തെ പറ്റി എവിടെയൊക്കെ പരാമർശമുണ്ടായിരുന്നു എന്ന് ആദ്യം ഒന്ന് നോക്കാം. നമ്മൾ ഏതെങ്കിലും ദേശത്തെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം എടുക്കേണ്ടത് ഏറ്റവും പഴയതായിട്ട് ഏത് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ്, അല്ലേ? നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന ആദി കാവ്യം എന്ന് പറയുന്നത് രാമായണമാണ്. വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധാകാണ്ഡത്തിൽ 41-ാം സർഗത്തിൽ സുഗ്രീവൻ തൻ്റെ വാനരന്മാരെ എല്ലാം സീതാദേവിയുടെ അന്വേഷണത്തിനായി ഓരോ ദേശത്തേക്ക് വിടുന്നുണ്ട്. അതിൽ കേരള ദേശത്തേക്കും വാനരന്മാരെ വിടുന്നുണ്ട്. ഇത് വാൽമീകി രാമായണത്തിലെ ഒരു സന്ദർഭം. ഇനി ഏതാണ്? മഹാഭാരതം, അല്ലേ? മഹാഭാരതത്തിൽ ഒന്നല്ല പല സ്ഥലങ്ങളിൽ കേരളം എന്ന ദേശത്തെ പറ്റി പറയുന്നുണ്ട്. ആദ്യം ഓരോന്നായിട്ട് നോക്കാം. ഓർഡറിലല്ല പർവ്വത്തിൻ്റെ എങ്കിൽ പോലും. ഭീഷ്മ പർവ്വത്തിൽ വിദുരരും ധൃതരാഷ്ട്രരും തമ്മിൽ ജനപഥങ്ങളെപ്പറ്റിയും ദേശങ്ങളെപ്പറ്റിയുമെല്ലാം പരാമർശിക്കുമ്പോൾ കേരളം എന്ന ദേശത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. പിന്നീട് സഭാപർവം വരുമ്പോൾ യുധിഷ്ഠിരൻ രാജസൂയയാഗം നടത്താനായിട്ട് തീരുമാനിക്കുന്നു. ആ സമയത്ത് 4 സഹോദരന്മാരെയും ഓരോരോ ദേശങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. രാജാക്കന്മാരിൽ നിന്ന് കപ്പമൊക്കെ മേടിക്കണമല്ലോ. അതിൽ സഹദേവന് നിയോഗിക്കപ്പെട്ട ദേശങ്ങളിലൊന്ന് കേരളമാണ്. സഹദേവനാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ രാജാക്കന്മാരെല്ലാം കപ്പം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ വേറൊരാൾ നല്ല കുശുമ്പ് മൂത്ത് നിൽക്കുന്നുണ്ട്. അതാണ് ദുര്യോധനൻ.
ആ ദുര്യോധനൻ തൻ്റെ പിതാവായിട്ടുള്ള ധൃതരാഷ്ട്രരോട് ഓരോരോ ദേശത്തിലുള്ള രാജാക്കന്മാർ എന്തെല്ലാം കപ്പം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതിൽ കേരള ദേശത്തിൽ നിന്നുള്ള രാജാക്കന്മാർ ഹരിചന്ദനം പോലെയുള്ളവ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതായത് അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വസ്തുക്കളാണ് ഇവയൊക്കെ. പിന്നീട് കർണപർവം വരുമ്പോൾ യുദ്ധത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൽ യുധിഷ്ഠിരൻ്റെ സൈന്യത്തിൽ കേരളത്തിലെ രാജാക്കന്മാരുള്ളതായിട്ട് പറയപ്പെടുന്നു. രക്ഷപ്പെട്ടല്ലേ? ആ ദുര്യോധനൻ്റെ സൈന്യത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ നമ്മൾ കേരളക്കാരുടെ മാനം കപ്പലിൽ കയറിയന്, പിന്നെ മിച്ചം ആരും ഉണ്ടാകുകയില്ല അല്ലേ? എല്ലാവരും കൊല്ലപ്പെട്ടു, മറുവശത്തും കൊല്ലപ്പെട്ടു. എന്നാലും സ്ത്രീ ജനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. എങ്കിലും യുധിഷ്ഠിരൻ്റെ സൈന്യത്തിലാണ് കേരളത്തിലെ ആളുകൾ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. പിന്നീട് വനപർവം വരുമ്പോൾ, അല്ലെങ്കിൽ ഓർഡറിലല്ല, വനപർവം വരുമ്പോൾ കർണൻ രാജസൂയ യാഗം നടത്തിയതിൽ കേരളത്തിലെ രാജാക്കന്മാരെ തോൽപ്പിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ധാരാളമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കേരള ദേശത്തെ പറ്റി ഇത്രയും പരാമർശമുണ്ട്. നമ്മൾ വളരെ ചുരുങ്ങിയ കാലഘട്ടമേ ഉള്ളൂ നമ്മുടെ ദേശത്തിനെന്ന് വിചാരിക്കേണ്ട, പൗരാണികമായിട്ടുള്ള ഒരു അടിത്തറ നമുക്കുണ്ട്. ഇനി ശ്രീമദ് ഭാഗവതത്തിലേക്ക് വന്നാൽ, കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 2 പേര് തീർത്ഥയാത്രയ്ക്കായിട്ട് പോയിട്ടുണ്ട്. ഒന്ന് ബലരാമസ്വാമിയാണ്, ഒന്ന് വിദൂരരാണ്. ബലരാമസ്വാമി പോയത് എന്തുകൊണ്ടാണ്? 2 വശത്തുള്ളതും തനിക്ക് പ്രിയപ്പെട്ടവരാണ് അല്ലേ? ദുര്യോധനൻ തൻ്റെ ശിഷ്യനാണ്, ഭീമനും തൻ്റെ ശിഷ്യനാണ്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത് കാണാൻ വയ്യ എന്നുള്ളത് കൊണ്ട് ബലരാമസ്വാമി തീർത്ഥാടനത്തിന് പോയി. പിന്നെ ആരാണ് പോയത്? വിദുരരാണ് പോയത്. വിദുരൻ എന്തുകൊണ്ടാണ് പോയത്? ശ്രീകൃഷ്ണൻ ദൂതിനായിട്ട് വന്നു അല്ലേ? ആ ദൂതിനായിട്ട് വന്നപ്പോൾ ദുര്യോധനൻ വളരെയധികം അപമാനിക്കപ്പെട്ടു. അവിടെ വെച്ചിട്ടാണ് വിശ്വരൂപം കാണിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ രൂപം, വിശ്വരൂപം കാണണമെങ്കിൽ അങ്ങനെ ചുമ്മാ കിട്ടുമോ? അതുകൊണ്ടെന്താ, ഇവരുടെയൊക്കെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ആ ഭീഷ്മർക്കും കുറച്ചു പേർക്ക് മാത്രമാണ് ആ ഭഗവാന്റെ വിശ്വരൂപം കാണാൻ സാധിച്ചത്. അതിനുശേഷം ദുര്യോധനൻ തൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവരെ ശകാരിക്കുന്നുണ്ട്, വളരെയധികം അപമാനിക്കുന്നുണ്ട്. ആരാണ് ഈ കാലിച്ചക്കനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? അവസാനം വിദുരരെ വളരെയധികം അപമാനിക്കുന്നു. ഈ അപമാനത്തിൽ മനം നൊന്ത വിദുരർ തൻ്റെ ആയുധങ്ങളെല്ലാം ഹസ്തിനപുരിയുടെ പടിവാതിൽക്കൽ വെച്ച് തീർത്ഥാടനത്തിനായിട്ട് പോവുകയാണ്. ബലരാമസ്വാമിയുടെ തീർത്ഥാടനം നടത്തുന്ന സന്ദർഭം പറയുന്ന ഭാഗത്ത് ബലരാമസ്വാമി കേരളത്തിൽ വന്നതായിട്ട് പറയപ്പെടുന്നു. അപ്പം ശ്രീമദ് ഭാഗവതത്തിലുമായി. ഇനി കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാലോ, കാളിദാസന്റെ രഘുവംശത്തിൽ കേരളത്തിലെ സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. മറ്റേത് മഹാഭാരതത്തിലായിരുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ രുക്മിണി സ്വയംവര ഭാഗത്ത് കേരളത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ രഘുവംശത്തിൽ കേരളത്തെ സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണം, അഗ്നിപുരാണം, ഇതിലെല്ലാം കേരളത്തെ പറ്റി പരാമർശമുണ്ട്. അപ്പം അതിനുശേഷം ഒരു കാലത്ത് കടലെടുത്ത് പോയ ഭൂമിയെ എന്തു ചെയ്തു? പരശുരാമസ്വാമി നമുക്കായി വീണ്ടെടുത്ത് തന്നു. കേരളത്തിൻ്റെ സംരക്ഷണയ്ക്കായി 12 ശാസ്താക്ഷേത്രങ്ങൾ മലനിരകളിലും 12 ദേവീക്ഷേത്രങ്ങൾ സമുദ്രതീരത്തും സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംരക്ഷണയ്ക്ക് സ്ഥാപിക്കുന്ന ഒരു രീതിയുണ്ടോ? കാശി ഖണ്ഡപുരാണം എടുത്താൽ പുരാണത്തിൽ അധ്യായങ്ങളുടെ പേര് ഖണ്ഡം എന്ന് ചേർത്തിട്ടാണ്. ഇപ്പം മഹാഭാരതത്തിലാണെങ്കിൽ പർവ്വമാണ് അല്ലേ? രാമായണത്തിലൊക്കെ ആണെങ്കിൽ കാണ്ഡമാണ്. ആ തിരിക്കുന്നതിന് പറയുന്നത് പേരാണ്. ഈ ഖണ്ഡെന്ന് കേട്ടാലേ അറിയാം അത് പുരാണമാണ്. കാശി ഖണ്ഡ പുരാണത്തിൽ കാശി പട്ടണത്തിൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്, നിർമ്മിതി. അതിൽ പറയുന്നു കാശി പട്ടണത്തിൽ ഏകദേശം ഏറ്റവും കുറഞ്ഞത് 468 ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലൊന്നും പറയരുത്, അതുകൊണ്ടാണ് ഏകദേശം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു പട്ടണത്തിൽ മാത്രം 468 ക്ഷേത്രങ്ങൾ. ഈ പട്ടണത്തിലെ ക്ഷേത്രങ്ങളുടെയും ഈ പട്ടണത്തിൻ്റെ സംരക്ഷണയ്ക്കുമായി 8 ഭൈരവ ക്ഷേത്രങ്ങളും 64 യോഗിനി ക്ഷേത്രങ്ങളും അവിടെ ചുറ്റുവട്ടത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഭൈരവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ഷേത്രപാലകനാണ്, നഗരപാലകനാണ്. ഭൈരവരാഗമൊക്കെ നമുക്കറിയാം. നായയാണ് വാഹനം. ശരിക്കു പറഞ്ഞാൽ ഭൈരവർക്ക് 64 ഭാവങ്ങളുണ്ടെങ്കിലും അതിൽ 8 ഭാവമാണ് ഏറ്റവും പ്രധാനം. ഈ 8 ഭാവങ്ങൾ ഉൾക്കൊണ്ട്, പ്രത്യേകിച്ച് കാശിയിലെ കാലഭൈരവനെ നമുക്കറിയാലോ അല്ലേ? കാലഭൈരവ ദർശനം
പ്രയാഗേ മാധവം ഹൃത്വാ ഏകബില്വം ശിവാർപ്പണം. അല്ലേ? നമ്മൾ ആ ബില്വാഷ്ടകത്തിൽ പഠിക്കും. തൊണ്ട നല്ല ഇടറിയിരിക്കുകയാണ്, അതുകൊണ്ട് പാടുന്നില്ല, അല്ലെങ്കിൽ തന്നെ പാടാനുള്ള കഴിവില്ല. പക്ഷേ ഈ കാലഭൈരവൻ കാശിയിൽ വളരെ പ്രാധാന്യമുണ്ട്. 8 കാലഭൈരവരെ കാശി പട്ടണം സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ കേരളത്തിൻ്റെ സംരക്ഷണയ്ക്കായിട്ടാണ് ശാസ്താക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും. ഇതിൻ്റെ അർത്ഥം എന്താണ്? പരശുരാമസ്വാമി സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം തൊട്ട് തന്നെ ശാസ്ത പ്രതിഷ്ഠ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ എന്നുള്ള സങ്കല്പം ഉണ്ട് എന്നർത്ഥം. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് 5 ശാസ്താക്ഷേത്രങ്ങളാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ശാസ്താവിൻ്റെ 5 ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ആദ്യമുള്ളതാണ് കുളത്തൂർ പുഴ. ശരിക്കുള്ള പേര് കുളന്തൈപ്പുഴ എന്നാണ്. 1 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലാണ് അവിടെ ഭഗവാൻ. കുളന്തൈ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുളന്തൈ എന്ന് പറഞ്ഞാൽ കുഞ്ഞ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരിക്കൽ നദീതീരത്ത് പരശുരാമസ്വാമി തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ശിശുവിൻ്റെ ചൈതന്യം വന്നു. അതൊരു ഈശ്വര ചൈതന്യമാണ്, പക്ഷെ അത് ശിശുവിൻ്റെ രൂപത്തിലായിരുന്നു. അത് എന്താണ്? ഒരു വിഗ്രഹത്തിലേക്ക് ആ ചൈതന്യം ആവാഹിക്കപ്പെട്ടു. പിന്നീട് അത് പ്രതിഷ്ഠ ചെയ്ത് അതാണ് പൂജിക്കപ്പെട്ടത്. കുറേ കാലം കഴിഞ്ഞ് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഈ വിഗ്രഹം നഷ്ടപ്പെട്ടു. പിന്നീട് ഈ പ്രദേശം, ഇതൊക്കെ കൊല്ലം ഭാഗത്താണ്, ഏകദേശം പുനലൂർ താലൂക്കാണ്. കൊട്ടാരക്കര തമ്പുരാൻ്റെ അധീനതയിൽ ഈ സ്ഥലം വന്നപ്പോൾ ഒരു കാലത്ത് കൊക്കളത്ത് തിരുമേനിമാർ ഈ തീർത്ഥയാത്രയ്ക്കായിട്ട് ഇങ്ങനെ വരും, ഈ ദേശത്ത് വന്നു. അപ്പം ഇവരുടെ പ്രത്യേകത, അവർ സ്വയം പാചകം ചെയ്താണ് കഴിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കൊട്ടാരക്കര തമ്പുരാൻ്റെ പടയാളികളോട് പറഞ്ഞു വേണ്ട സൗകര്യം ചെയ്തു തരണം. അവർ പലചരക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. അതോടൊപ്പം അടുപ്പ് കൂട്ടാനായിട്ട് 3 കല്ല് കൊണ്ടുവന്നു. അടുപ്പ് കൂട്ടുമ്പോൾ നമുക്കറിയാം 3 കല്ലും ഒരേ വലിപ്പം വേണം. പക്ഷെ അതിൽ ഒരു കല്ലിന് വലിപ്പം കൂടുതലായിരുന്നു. അപ്പം എന്ത് ചെയ്യണം? അതൊന്ന് കുറച്ച് കുഴിച്ചിട്ടാൽ മതി. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഈ കല്ലിന് വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് അവരത് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് ചോര വന്നു. ആ സമയത്ത് കൊക്കളത്ത് തിരുമേനിമാർക്ക് മനസ്സിലായി ഇത് പരശുരാമസ്വാമി ആ സ്വയംഭൂ ചൈതന്യമില്ലേ, ദർശിച്ച സ്വയംഭൂ ചൈതന്യമാണ് എന്ന് മനസ്സിലായി. പക്ഷേ പരശുരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് സ്വയംഭൂ ചൈതന്യം ആ വന്ന ശിലയ്ക്ക് പകരം വെക്കാൻ മറ്റൊന്നില്ല. അതുകൊണ്ട് 8 കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒരു വെള്ളി മുഖത്തിലാക്കി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇന്നും അവിടെ ഇതാണ് പ്രതിഷ്ഠ. അവിടെ 3 വിഗ്രഹങ്ങളുണ്ട്. ഒന്നിത്, ഒന്ന് ശിവേലി വിഗ്രഹം, ഒന്ന് അലങ്കാര വിഗ്രഹം. നമ്മൾ പോയാൽ അറിയാം. അവിടെ ശാസ്താവിൻ്റെ ബാലഭാവം അല്ലെങ്കിൽ ശിശുഭാവമാണ്. പിന്നീട് വരുന്നതാണ് ആര്യൻകാവ്. ആര്യൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ യുവാവായിട്ടുള്ള ഭാവം. അതായത് പുഷ്കല സമേതനായിട്ടുള്ള 1000 കാവുകളുടെ അധിപനായിട്ടുള്ള ഭഗവാനാണ്. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇവിടെയും പരശുരാമസ്വാമിയാണല്ലോ പ്രതിഷ്ഠിച്ചത്. ഇവിടെ ഒരു കാലത്ത് ക്ഷേത്രത്തിന് തീ പിടിച്ചു. ഈ വിഗ്രഹം 108 കഷ്ണങ്ങളായി പൊട്ടി. ഇന്നും ആ 108 കഷ്ണങ്ങളും ഒരു പെട്ടിയിലാക്കി ഗർഭഗൃഹത്തിനുള്ളിൽ വെച്ചാണ് പൂജിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് അവിടുത്തെ പ്രത്യേകത. അടുത്തതാണ് അച്ഛൻ കോവിൽ. അപ്പോൾ എന്താണ്? ഭഗവാന്റെ ഒരു വാനപ്രസ്ഥ ഭാവമാണ് അവിടെ കാണിക്കുന്നത്. അച്ഛൻ കോവിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം അതേപോലെയുള്ളത്. ബാക്കിയെല്ലാം കേടുപാടുകൾ വന്നല്ലോ. ഇവിടെ അതുപോലെയുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാൻ വൈദ്യനാഥനായിട്ടാണ്. ഏത് കൊടിയ വിഷവും ഇറക്കുന്ന ആ ഒരു വിഷഹാരി എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് പ്രത്യേകതയുണ്ട്. ഇവിടെ 3 മേൽശാന്തിമാരാണ് ഉള്ളത്. ഏത് സമയത്താണ് വിഷം തീണ്ടിയ ആളുകൾ വരിക എന്നറിയില്ല. ഏത് സമയത്ത് ആളുകൾ വന്നാലും ക്ഷേത്രം തുറക്കണം. കാരണം എന്താണ്? ജീവനാണ് പ്രാധാന്യം കൂടുതൽ. ആ സമയത്ത് അവിടെ വെളിയിലൊരു ദീപം കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ദീപം അകത്തേക്ക് കൊണ്ടുപോയി ക്ഷേത്രം നട തുറക്കും. അതിനുശേഷം ഭഗവാനെ ചാർത്തിയിരിക്കുന്ന ചന്ദനവും
തീർത്ഥവും ഈ രോഗിക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. ഏത് കൊടിയ വിഷവും ഇല്ലാതെയാകുന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേൽശാന്തിമാർ ഓരോ സമയത്ത് മാറി മാറിയാണ് അവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. ഇനി അടുത്തതാണ് പൊന്നമ്പലമേട്. നമുക്കെല്ലാം അറിയാം, ഭഗവാൻ താരക ബ്രഹ്മമായിട്ട്, അവിടെ ആ നക്ഷത്രത്തിനാണ് പ്രാധാന്യം അല്ലേ, കൃത്യം ആ മകര നക്ഷത്രം ബ്രഹ്മമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അഞ്ചാമത്തേതാണ് ശബരിമല. അതിനെപ്പറ്റി നമ്മൾ ഇനി കൂടുതലായിട്ട് പറയും. അപ്പം പ്രധാനപ്പെട്ട പരശുരാമൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ 5 എണ്ണമാണ്. ശാസ്താവിൻ്റെ ഉദ്ഭവം എങ്ങനെയാണ്? സ്വാഭാവികമായി നമുക്കറിയാം, ശിവൻ എന്നുള്ള ആ ഒരു സങ്കല്പം ഒരു യോഗീശ്വരൻ്റേതാണ്. അതുകൊണ്ട് തന്നെ സാധാരണയായി അവതാരങ്ങളെ ഉണ്ടാക്കാറില്ല ശിവൻ, സന്താനങ്ങളെ ഉത്പാദിപ്പിക്കാറുമില്ല സാധാരണ രീതിയിൽ. അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വിശേഷം വേണം. അതിനായിട്ട് അവിടെ എന്തു വേണ്ടി വന്നു? വിഷ്ണുവിൻ്റെ മായ വേണ്ടി വന്നു അല്ലേ. ശിവപാർവതി സംയോഗത്തിലൂടെ ഇതുവരെ പുത്രനൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ. ശിവന്റെ ചൈതന്യത്തിലൂടെ അങ്ങനെ പാർവതി ദേവി സൃഷ്ടിച്ചത് അങ്ങനെയൊക്കെയുള്ളൂ. സ്ത്രീ പുരുഷ സംയോഗം അല്ലെങ്കിൽ ശിവപുരുഷ സംയോഗത്തിലൂടെ സന്താനങ്ങൾ ഉണ്ടായതായിട്ട് പൊതുവെ പറയപ്പെടാറില്ല. അവതാരങ്ങളും വിഷ്ണുവിനാണ് കൂടുതൽ. അവതാര ദൈവം എന്ന് പറയുന്നത് വിഷ്ണുവിനെയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷ്ണുവിൻ്റെ മായ മോഹിനി രൂപമെടുത്ത് അവിടെ എന്തുണ്ടായി? ആ മോഹിനി രൂപം വന്നാലേ ശിവന്റെ ചൈതന്യം വരും. ആ ശിവനും വിഷ്ണുവും കൂടി യോജിച്ചപ്പോൾ അവിടെ എന്തുണ്ടായി? ഹരിഹര സുതനുണ്ടായി. ഇവിടെ മറ്റൊരു അർത്ഥം നമുക്കറിയാം, യോഗശാസ്ത്രം അനുസരിച്ച് നമ്മുടെ നട്ടെല്ല് മുതൽ മുകളറ്റം വരെ 7 ആധാര ചക്രങ്ങൾ ഉണ്ട്. ഈ ആധാര ചക്രങ്ങളിലൂടെ മനസ്സ് ചലിക്കുന്നതനുസരിച്ചാണ് നമ്മളുടെ സ്വഭാവവും ഈശ്വരനിലേക്കുള്ള നമ്മളുടെ ഏകാഗ്രതയും വരുന്നത്. ഇതിൽ അനാഹത ചക്രത്തിൽ മനസ്സെത്തുമ്പോൾ അതിന് പറയുന്ന പേരാണ് വിഷ്ണു ഗ്രന്ഥി. അതായത് ഇവിടെ വിഷ്ണുവിൻ്റെ ചൈതന്യമല്ലേ, അതിൽ നിന്നും വീണ്ടും ആ മനസ്സുയർന്ന് ആജ്ഞാചക്രത്തിൽ എത്തുമ്പോൾ, ആജ്ഞാചക്രം എന്ന് പറയുന്നത് രുദ്രഗ്രന്ഥിയാണ്. വിഷ്ണു ഗ്രന്ഥിയും വിഷ്ണു ഗ്രന്ഥിയിൽ നിന്ന് ഉയർന്ന മനസ്സ് എവിടെ പോയി ലയിക്കുന്നു? രുദ്രഗ്രന്ഥിയിൽ രചിക്കുന്നു. അതായത് വിഷ്ണുവും ശിവനും ചേരുന്നു. 2 പദാർത്ഥങ്ങൾ തമ്മിൽ ചേരുന്നതിന് യോഗം എന്ന് പറയും. 2 പദാർത്ഥങ്ങൾ തമ്മിൽ ചേർന്നാൽ മൂന്നാമതൊന്ന് ഉണ്ടാകണം, നിർബന്ധമാണ്. അതാണ് ശാസ്ത. അതായത് താരക ബ്രഹ്മം, പരബ്രഹ്മം, നിത്യബ്രഹ്മം എന്ന് പറയുന്ന ശാസ്ത സങ്കല്പം. ഇനി ശിവസുതനായതുകൊണ്ട് എല്ലായ്പ്പോഴും കുട്ടികൾ, സന്താനങ്ങൾ പുരുഷനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പുരുഷനാണ് കുഞ്ഞിൻ്റെ ജനനത്തിന് ആധാരം. അതുകൊണ്ടാണ് നമുക്കറിയാം, വിവാഹമൊക്കെ ചെയ്തു കഴിയുമ്പോൾ, ഇപ്പോൾ കൂടുതൽ ബ്രാഹ്മണ കുലത്തിലാണ്, ഒരു സ്ത്രീയും പുരുഷനെ വിവാഹം ചെയ്ത് കഴിയുമ്പോൾ സ്ത്രീയുടെ ഗോത്രം പുരുഷന്റെ ഗോത്രത്തിലേക്ക് മാറ്റും. എന്തിനാണ്? ഈ കുഞ്ഞ് ഏത് ലീനിയേജിൽ, ഏത് വംശത്തിലാണ് വന്നതെന്നറിയണം. ഏതൊരു കുഞ്ഞിൻ്റെയും ജനനം പുരുഷനിലൂടെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഭാര്യയുടെ ഗോത്രം കൂടി ഭർത്താവിൻ്റെ ഗോത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ കുട്ടി ഉണ്ടാകുന്നത് ആ ഗോത്രത്തിലായിരിക്കും. അപ്പോൾ അത് ഓർമ്മയിരിക്കുകയും ചെയ്യും. എല്ലാ മന്ത്രങ്ങളും ചൊല്ലുമ്പോൾ ആ ഗോത്രം ചൊല്ലിയായിരിക്കും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ശിവന്റെ അംശമാണ് ശാസ്താവ് അല്ലേ. ഈ ശിവാംശമായതുകൊണ്ട് ഒരു ദേവ പദവി വേണം, ശിവാഭിധാനം വേണം, ഒരു സ്ഥാനം വേണം അല്ലേ. അപ്പൊ പേര് കൊടുത്തു ശാസ്ത. ഒരു അവതാരോ കുഞ്ഞോ ഒരു ചൈതന്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വേണം? ഒരു പേര് കൊടുക്കണം. ശാസ്ത എന്നാൽ ശാസിക്കുന്നവൻ, നടപ്പിലാക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. അതായത് ധർമ്മശാസ്ത്ര എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്തു. ദേവ പദവി ഉള്ളത് കൊണ്ട് മന്ത്രം കൊടുത്തു, യന്ത്രം കൊടുത്തു, ധ്യാനരൂപം കൊടുത്തു, ഗായത്രി കൊടുത്തു. മന്ത്രമഹോദധിയിൽ ഭൂതനാഥായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്ന ശാസ്ത പ്രചോദയാത് എന്ന് ശാസ്താവിൻ്റെ ഗായത്രി ആണ് എന്ന് പറയുന്നുണ്ട്. ഭൂതനാഥായ വിദ്മഹേ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ഭൂതങ്ങളുടെയും നാഥൻ. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടൻ മനസ്സിലേക്ക് ശിവന്റെ ഭൂതഗണങ്ങൾ എന്ന് വരരുത്.
ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ, ഭൂതം എന്ന് പറഞ്ഞാൽ ജനിച്ചത്, ഉണ്ടായത്. ഉണ്ടായതെല്ലാത്തിൻ്റെയും നാഥൻ, ഭൂതനാഥായ വിദ്മഹി. അടുത്തതോ മഹാദേവായ ധീമഹി, എല്ലാ ദേവന്മാർക്കും ദേവനായിട്ടുള്ള ഭഗവാനെ എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുമാറാകട്ടെ. ഇങ്ങനെ ധ്യാന ശ്ലോകം, മന്ത്രം, യന്ത്രം ഇതെല്ലാം ആ ശാസ്താവിന് കൊടുത്തു. അതോടുകൂടി പദവി കിട്ടി. പൂർണ്ണമായിട്ടും ആ ശിവന്റെ ചൈതന്യം എന്നുള്ള രീതിയിൽ. പക്ഷെ വൈഷ്ണവ ശൈവ സമന്വയം. ഇനി മഹാദേവന്റെ മറ്റൊരു പുത്രനാണ് ഗണപതി, അല്ലേ? അദ്ദേഹത്തിന് എന്ത് പദവിയാണ്? ഗണങ്ങളുടെ നാഥൻ, പണ്ഡിതന്മാരുടെ, ബുദ്ധിമാന്മാരുടെ, സിദ്ധിബുദ്ധിയല്ലേ ഭാര്യമാര്, അപ്പൊ പണ്ഡിതന്മാരുടെ ആ ഗണങ്ങളുടെ നേതാവായിട്ടുള്ള സ്ഥാനം കൊടുത്തു. മുരുകനോ സേനാധിപതിയാണ്. അപ്പോഴും നമ്മൾ മനസ്സിൽ ശിവന്റെ സേനകളുടെ നായകൻ എന്ന് വെക്കരുത്. എല്ലാ സേനകളുടെയും നായകൻ. നമ്മളുടെ മിലിറ്ററിയുടെ ഒക്കെ ക്യാപ്റ്റൻ ആരാണ്? നമ്മളുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ഒക്കെ ക്യാപ്റ്റൻ ആരാണ്? എല്ലാത്തിൻ്റെയും മുരുക ഭഗവാനാണ്. ഭഗവാന്റെ, ശിവന്റെ 3 ചൈതന്യങ്ങൾ പ്രപഞ്ചത്തെ ഈ രീതിയിൽ ദൗത്യമേറ്റെടുത്ത് പരിപാലിക്കുന്നു. ഈ രീതിയിലാണ് ആ ശാസ്ത സങ്കല്പം വരുന്നത്. ശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ. നമ്മൾ ഭഗവത്ഗീതയിൽ പറയാറുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധർമ്മം ഇല്ലാതെ ആകുമ്പോഴെന്നല്ല, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ. ഗ്ലാനി എന്ന് പറഞ്ഞാൽ ഒരു ക്ഷീണം തട്ടുമ്പോൾ അവിടെ ഭഗവാൻ അവതരിക്കുന്നു. എപ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കുന്നുവോ അവിടെ ധർമ്മം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ പറയാറുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരം എടുത്ത് പോകാറായപ്പോൾ ധർമ്മത്തിൻ്റെ കാളയുടെ രൂപമാണ്, ഒരു കാൽ ഒടിഞ്ഞു ഇരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ഭഗവാൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അവതാര സങ്കല്പം പൂർത്തിയാക്കി പോകുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ടേ പോയിട്ടുള്ളൂ. അങ്ങനെ ധർമ്മശാസ്താവിൻ്റെ കലികാലത്തിലെ, കലിയുഗത്തിലെ അവതാരമാണ് അയ്യപ്പൻ. ഈ അയ്യപ്പൻ തൻ്റെ ദൗത്യമെല്ലാം തീർത്തതിന് ശേഷം എവിടെ പോയി ലയിച്ചു? ശാസ്താവിലേക്ക് പോയി ലയിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശബരിമല ക്ഷേത്രത്തിലെ മന്ത്രവും യന്ത്രവും ഗായത്രിയും എല്ലാം ആരുടെയാണ്? ശാസ്താവിൻ്റെയാണ്. കൊടി, അടയാളം, വാഹനം കുതിരയാണ്. ശാസ്താവിൻ്റെ ഭാവം ആ ഒരു ലൗകിക ഭാവമാണെങ്കിൽ അയ്യപ്പസ്വാമിയുടെ യോഗി ഭാവമാണ്, അല്ലേ? പക്ഷെ പൊതുവെ പറയാറുണ്ട് ധ്യാന രൂപം എങ്ങനെയായിരിക്കണോ മന്ത്രം അങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇവിടെ വ്യത്യാസമായിട്ട് തോന്നും. ശരിക്കും ആലോചിച്ചാൽ രണ്ടുപേരും രാജാവിൻ്റെ കർത്തവ്യത്തിനായിട്ട് വന്നതാണ്. ശാസ്താവ് എന്താണ് ചെയ്തത്? ഇവിടെ ധർമ്മം നടപ്പിലാക്കി, അല്ലേ? മണികണ്ഠൻ എങ്ങനെയായിരുന്നു? രാജകുമാരനല്ലേ? അദ്ദേഹവും ഇവിടെ ധർമ്മം നടപ്പിലാക്കി. അപ്പൊ രണ്ടുപേരുടെ ഭാവവും ഏകദേശം ഒന്ന് തന്നെ എന്ന് നമുക്ക് പറയാം. ഇവിടെ ഈ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ധർമ്മശാസ്താവിൽ ലയിച്ചു, അല്ലേ? അയ്യപ്പസ്വാമിക്ക് മന്ത്രം, യന്ത്രം ഇതൊന്നുമില്ല, ധ്യാനരൂപം മാത്രമേ ഉള്ളൂ. വേദങ്ങളിൽ പരാമർശമുള്ളത് ശാസ്താവിനെ പറ്റിയാണ്. അയ്യപ്പസ്വാമിയെ പറ്റി വേദങ്ങളിൽ പരാമർശമില്ല. എന്നാൽ നമ്മളുടെ ആചാര്യന്മാർ വളരെ കൃത്യമായിട്ട് പറയുന്നു, വേദങ്ങളിൽ പരാമർശമുള്ളവ മാത്രമല്ല സ്വീകരിക്കേണ്ടത്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അയ്യ, അപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വലിയവൻ, അച്ഛൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം നമ്മൾ ഏറ്റുമാനൂരപ്പൻ, ഞാൻ ഏറ്റുമാനൂർ എന്നല്ലേ വരുന്നത്, പുലിയന്നൂരപ്പൻ, വൈക്കത്തപ്പൻ, ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയും. നമ്മളുടെ അച്ഛൻ, നേതാവ്, വലിയവൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അതുപോലെ നമ്മളെ സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഇനി ശാസ്ത അയ്യപ്പ സ്വരൂപങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അവരുടെ രൂപം കണ്ടാൽ അവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. നമുക്ക് കേശാദിപാദം ഒന്ന് വർണ്ണിക്കാം, ശാസ്താവിൻ്റെയും അയ്യപ്പൻ്റെയും. ഇപ്പം കേശാദിപാദം വർണ്ണിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം വിഗ്രഹത്തിൽ നോക്കിയാൽ എങ്ങനെ മനസ്സിലാകുന്ന നമുക്ക് മനസ്സിലാക്കാം. അതായത് ശാസ്താവ് രാജാവിൻ്റെ ഭാവമാണ്. അതുകൊണ്ട് തലമുടി കെട്ടിവെച്ചിട്ട് അവിടെ എന്തുണ്ട്? കിരീടമുണ്ട്, രാജാവല്ലേ. അയ്യപ്പസ്വാമിയുടെ മുടിയും കെട്ടിവെച്ചിരിക്കുകയാണ്, സംശയമൊന്നുമില്ല. ഇനി താഴോട്ട് വന്നാലോ, ശാസ്താവ്
ശൈവമായതുകൊണ്ട് ശിവാഭിധാനം എന്നല്ലേ പറഞ്ഞത്, വിഭൂതിയാണ് തൊട്ടിരിക്കുന്നത്. നേരെ മറിച്ച് അയ്യപ്പസ്വാമിക്കോ ഗോപിക്കുറി ആണ്. ശാസ്താവിന് 3 കണ്ണുകളുണ്ട്. എന്തുകൊണ്ടാണ്? ശിവാഭിധാനമാണ് അല്ലേ, ശിവപുത്രനായതുകൊണ്ട് 3 കണ്ണുകളാണ് പറയുന്നത്. അയ്യപ്പസ്വാമിക്ക് 2 കണ്ണുകൾ പ്രത്യേകമായിട്ട് പറയുന്നത്. ഇനി കുറച്ചുകൂടി താഴോട്ട് വന്നാൽ ഇവരുടെ നിറങ്ങളെ പറ്റി പറയുന്നുണ്ട്. അയ്യപ്പസ്വാമിക്ക് സ്വർണ്ണ നിറമാണെന്നാണ് പറയുന്നത്. ശാസ്താവിന് കർപ്പൂര നിറം അല്ലെങ്കിൽ ശ്യാമവർണം എന്ന് പറയുന്നുണ്ട്. ഇനി ധരിച്ചിരിക്കുന്ന വസ്ത്രമോ, ശാസ്താവ് ചേലയാണ്, രാജാവല്ലേ, ചേലയാണ് ധരിച്ചിരിക്കുന്നത്. നല്ല പട്ടുവസ്ത്രമൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അതിൻ്റെ നിറം നീലയാണ്. അയ്യപ്പസ്വാമിയുടെ നിറമോ, അയ്യപ്പസ്വാമിയുടെ വസ്ത്രത്തിൻ്റെ നിറം കറുപ്പാണ്. യോഗശാസ്ത്രത്തിൽ ഏറ്റവും ഉയർന്ന പരമമായിട്ടുള്ള നിറമെന്ന് പറയുന്നത് കറുപ്പാണ്. കാരണം കറുപ്പ് അനന്തതയെ സൂചിപ്പിക്കുന്നതാണ്. ശരിക്കു പറഞ്ഞാൽ ആകാശത്തിന് നിറമുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങോട്ട് നോക്കിയാലോ കറുപ്പായിട്ടാണ് കാണുന്നത്. കാളീദേവി കറുപ്പാണ്, ശ്രീകൃഷ്ണൻ കറുപ്പാണ്, ശ്രീരാമൻ കറുപ്പാണ്. അനന്തതയെ സൂചിപ്പിക്കുന്ന നിറമാണ് കറുപ്പ്. അയ്യപ്പസ്വാമി ഏത് വസ്ത്രം ധരിച്ചിരിക്കുന്നു? കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇനി കയ്യിലോ, അയ്യപ്പസ്വാമിയുടെ കയ്യിൽ ചിന്മുദ്രയാണ് അല്ലേ. മുദ്രകൾ എന്തിനാണ്? ഈശ്വരനെ, ആത്മാവിനെ എല്ലാം സൂചിപ്പിക്കുന്നതിന് മുദ്രകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈശ്വര പൂജാ സംവിധാനത്തിൽ, തന്ത്രത്തിലെല്ലാം മുദ്രകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ചിന്മുദ്ര എന്ന് പറയുന്നത് ജീവാത്മാവ് പരമാത്മാവിനോട് ലയിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ശാസ്താവാണെങ്കിൽ കയ്യിൽ ദണ്ഡുണ്ട്, അതുപോലെ വരദമുദ്രയും ഉണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഇനി വരുന്നതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ശാസ്താവ് ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്. സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴെന്താണ്? പുറകുവശം അമർന്ന്, ഭാഗം അമർന്ന് നല്ല ഒരു സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നത്. അയ്യപ്പസ്വാമിയോ പീഠത്തിലാണ് ഇരിക്കുന്നത്. പീഠത്തിലിരുന്നിട്ട് കാലിങ്ങനെ ഊന്നിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒന്നും ഇരിക്കണമെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് യോഗീഭാവത്തിനെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ആ യോഗീഭാവത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കാല് വഴുതി പോകാതിരിക്കാൻ യോഗ പട്ടം ധരിച്ചിട്ടുണ്ട്. അപ്പം കാല് വഴുതി പോവില്ല. അർദ്ധ ആസന ആണ് ആ ഇരിക്കുന്ന ഭാവം. നേരെ മറിച്ച് ശാസ്താവ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇടത് കാല് മടക്കി വലത് കാല് താഴേക്കിട്ട്. ഇങ്ങനെയുള്ള ഭാവം ലൗകിക ഭാവത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണയായിട്ട് പ്രതിഷ്ഠകൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറുള്ളത്? ഒന്ന് നിന്നുകൊണ്ടുള്ള പ്രതിഷ്ഠ കാണും, ഇരുന്നുകൊണ്ടുള്ള പ്രതിഷ്ഠ കാണും, വളരെ ചുരുക്കം ശ്രീരംഗത്തിലും അനന്തപത്മനാഭൻ്റെയൊക്കെ കിടന്നുകൊണ്ടുള്ള പ്രതിഷ്ഠ കാണും. ഇരുന്നു കൊണ്ടുള്ള പ്രതിഷ്ഠ കൂടുതലും ലൗകികമായിരിക്കും. അതായത് ഒന്നുകിൽ സപരിവാരമായിരിക്കും. ഇടത് കാൽ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത് തുട പത്നിക്കുള്ളതാണ്. നമ്മൾ മഹാദേവൻ്റെയൊക്കെ കുടുംബത്തിൻ്റെ നോക്കിയാൽ മതി. വലത് തുട എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലിരുന്നാൽ അത് ലൗകിക ഭാവത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ലൗകിക ഭാവത്തിലിരുന്ന് ഭഗവാൻ എങ്ങനെ ഇരിക്കണം? നല്ല വിശ്രാന്തി ഭാവത്തിൽ നമ്മളൊക്കെ വരുമ്പോൾ കണ്ണു തുറന്ന് നമ്മളെ സ്വീകരിക്കാൻ പ്രസന്നമായിട്ടിരിക്കണം. പക്ഷെ ശരിക്കു പറഞ്ഞാൽ അയ്യപ്പസ്വാമി യോഗി ഭാവത്തിലായതുകൊണ്ട് ആ യോഗിയുടെ ചൈതന്യം അവിടെ ലയിച്ചതിനാൽ യോഗിയുടെ കണ്ണിൻ്റെ ദൃഷ്ടി എങ്ങനെയാണ്? എല്ലായ്പ്പോഴും അർത്ഥം അല്ലെ പകുതി തുറന്ന് അല്ലെങ്കിൽ മുകളിലേക്ക് ആയിരിക്കും. ആ യോഗിയുടെ ദൃഷ്ടി മുകളിലേക്ക് അല്ലെങ്കിൽ യോഗ രീതി ആയതുകൊണ്ടാണ് പണ്ട് കാലത്ത് അധികം ആ യോഗത്തിന് ഭ്രംശം വരണ്ട വിചാരിച്ചിട്ടാണ് പണ്ട് മലയൊന്നും അധികം നട തുറക്കാത്തത്. അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ അയ്യപ്പസ്വാമി കാലെങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? 2 കാലുകളും കുറച്ച് പൊക്കിയാണ്. അതായത് താൻ ഇടതു തുടയെ ആർക്കും കൊടുത്തിട്ടില്ല, പത്നിക്കും കൊടുത്തിട്ടില്ല, വലതു തുട മക്കൾക്കും ഞാൻ പങ്കിട്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ കുറച്ച് പൊക്കിയാണ് ഇരിക്കുന്നത്. അത് യോഗഭാവത്തിനെ സൂചിപ്പിക്കുന്നു. കയ്യിലുള്ള ആയുധങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞു. വാഹനം എല്ലാവർക്കും അറിയാം. എന്താണ്? അയ്യപ്പസ്വാമിയുടെ പുലിയാണ്, മറ്റേത് ശാസ്താവിൻ്റെ കുതിരയാണ്. ഇനി ധർമ്മശാസ്താവിനെ 4 യുഗങ്ങളിലുമുള്ള എല്ലാ യുഗങ്ങളുടെയും
നാഥനായിട്ട് ധർമ്മശാസ്താവായിട്ട് പറയുമ്പോൾ അയ്യപ്പ സ്വാമിയെ കലിയുഗ വരദനായിട്ടാണ് പറയുന്നത്. കലിയുഗത്തിൽ ധർമ്മം സ്ഥാപിക്കുന്നതിനായിട്ടാണ് അയ്യപ്പ സ്വാമി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ശാസ്താവ് ഭുക്തിപരമായിട്ടുള്ള നമ്മളുടെ ഭുക്തിപ്രദായകനാണെങ്കിൽ അയ്യപ്പ സ്വാമി മുക്തിപ്രദായകനാണ്. കാരണം ഒരു യോഗിയുടെ ഭാവമാണ് അവിടെയുള്ളത്. അപ്പം ഈ രീതിയിൽ ആ രൂപത്തിന് ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നോക്കിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവും. ഈ യോഗിയുടെ ഭാവമായതുകൊണ്ട് എന്തു ചെയ്തു? പണ്ട് കാലത്ത് ശബരിമല ഒരു ദിവസമൊക്കെ തുറക്കാറുള്ളായിരുന്നു എന്നാണ് അറിവ്. പക്ഷെ പിന്നീട് എന്തായി? തിരക്ക് കൂടിയപ്പോൾ കൂടുതലായിട്ട് നമ്മളാരും ഭഗവാന് അല്ലെങ്കിൽ ആ യോഗഭാവത്തിൽ ഇരിക്കുന്ന എന്തിനാണ്? പ്രപഞ്ചത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നീട് കാലക്രമത്തിൽ അവിടുത്തെ രീതികളും കാലവും നമ്മുടെ ആളുകളും എല്ലാം പോകുന്നതനുസരിച്ച് ആള് കൂടി അവിടെ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി. എനിക്ക് തോന്നുന്നു 1950 സമയത്തെങ്ങാണ്ടാണ് ആദ്യത്തെ തീപിടുത്തം ഉണ്ടായത്. അതിന് മുമ്പൊക്കെ പുല്ലുമേഞ്ഞ കെട്ടിടമായിരുന്നു. പിന്നീട് ക്ഷേത്രമുണ്ടായി, പിന്നീട് പഞ്ചലോഹ വിഗ്രഹമായി. അതിനു മുമ്പ് ശിലയായിരുന്നു, പഞ്ചലോഹ വിഗ്രഹമായി. പതുക്കെ പതുക്കെ പിന്നീട് 1953 വെടിമരുന്നിന് തീപിടിച്ച് വീണ്ടും ക്ഷേത്രം തീപിടിച്ചു. ആ സമയത്ത് പരിക്കേറ്റവരെ കൊണ്ടുപോകാനും വരാനും ഒക്കെ ആയിട്ട് 18 പടികളിൽ എല്ലാവരും കയറി ഇറങ്ങി. അത് ദേവപ്രശ്നം വെച്ചപ്പോൾ ഭഗവാന് ഹിതമല്ല, ഇരുമുടിയോടുകൂടി അല്ലാതെ 18 പടി ചവിട്ടാൻ പാടില്ല എന്ന് ദേവപ്രശ്നത്തിലൂടെ കണ്ടു. അതിനുശേഷമാണ് ഇരുമുടി ഉള്ളവരെ മാത്രം 18 പടിയിലൂടെ കടത്തി വിടുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മണ്ഡലകാലം, വൃശ്ചിക മാസം, അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ ഒന്ന് നോക്കാം. അതിൽ എന്തുകൊണ്ട് ഈ വൃശ്ചിക മാസവും ധനുമാസവും നമ്മൾ മണ്ഡലകാലമായിട്ട് ആചരിക്കുന്നു? മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിനെയാണ് പറയുന്നത്. അഖിലാണ്ട മണ്ഡലം, നിയോജക മണ്ഡലം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ മണ്ഡലം എന്ന് പറയുന്ന ഒരു കാലം അല്ലെങ്കിൽ ഒരു പരിധി, ഒരു സ്ഥലത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ 41 മണ്ഡലം അല്ലേ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ മണ്ഡലകാലം ഞാൻ വൃശ്ചിക മാസമായിരുന്നു പറഞ്ഞു വന്നത്. വൃശ്ചികവും ധനുവും, വൃശ്ചിക എത്ര 30 ദിവസവും ധനുവിൻ്റെ 11 ദിവസവും, അപ്പം 41ആയി. എന്തിന് ഈ മാസങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു? ആചാര്യന്മാർ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 വിശദീകരണം പറയാം. ഒന്ന്, മകരമാസം മുതൽ എവിടം വരെയാണ് നമ്മളുടെ ഉത്തരായനം വരുന്നത്? മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം വരെ. മകരം തൊട്ട് മിഥുനം വരെ ഉത്തരായനമാണ്. അതായത് ഉത്തരായനം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ പകലാണ്. അപ്പം മകരമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവന്മാർക്ക് സൂര്യോദയം ആണ്. മനസ്സിലായില്ലേ? അപ്പം അതിന് തൊട്ടു മുമ്പുള്ള മാസമോ? തൊട്ടു മുമ്പുള്ള മാസം എന്താ? മിഥുനമാസത്തിൻ്റെ തൊട്ടു മുമ്പുള്ള മകരമാസത്തിന് മുമ്പുള്ള എന്താ? ഇപ്പോൾ ധനു അല്ലേ? ഈ എന്താ പറയുക, വൃശ്ചികം ധനു എന്ന് പറഞ്ഞത്. അപ്പം ധനു എന്തായിരിക്കും? അല്ല, ബ്രാഹ്മമുഹൂർത്തം. ധനു എന്ന് പറയുന്നത് ബ്രാഹ്മമുഹൂർത്താണ് അല്ലേ? ആ വൃശ്ചികം ധനു എന്ന് പറയുന്നത് ബ്രാഹ്മമുഹൂർത്താണ്. അപ്പം ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയും. ഇനി മറ്റൊരു തരത്തിൽ പറയുന്നത്, ഉത്തരായനത്തിൽ മരിച്ചാൽ നമുക്ക് പിന്നെ പുനർജന്മമില്ല എന്ന് പറയും. അതുകൊണ്ടാണല്ലോ ഭീഷ്മർ ശരശയ്യയിൽ കിടന്നത് ഉത്തരായനം വരാൻ. അപ്പോൾ ദക്ഷിണായനത്തിൻ്റെ അവസാന ഭാഗമാണ് വൃശ്ചികം ധനു. കടയ്ക്ക് കൊണ്ട് കല ഉടച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ആ സമയത്ത് മരണമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വൃശ്ചിക ധനു മാസത്തിൽ നമ്മളോട് ഈശ്വര ഭജനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇനി വൃശ്ചികം ധനുവിന് മറ്റൊരു സങ്കല്പം കൂടിയുണ്ട്. വൃശ്ചികത്തിൻ്റെ സിമ്പൽ എന്താണ്? തേളാണ്. ധനുവിൻ്റെ വില്ലാണ് അല്ലേ? ശരിക്ക് അയ്യപ്പസ്വാമിയുടെ ജീവിതത്തിൽ റാണിയുടെ ഉപജാപം, വിഷം കുത്തിവെക്കൽ നല്ലതുപോലെ ഉണ്ടായിരുന്നല്ലോ. തേളിൻ്റെ സ്വഭാവം എന്താണ്? പുറകിൽ നിന്ന് വിഷം കടിക്കുന്ന ജീവിയാണല്ലേ? ഇതേ കാര്യങ്ങളാണ് അയ്യപ്പസ്വാമിക്കെതിരെ നടന്നത്. അതിനെയല്ല അയ്യപ്പസ്വാമി എങ്ങനെ നേരിട്ടു? ധനുസ്സുമായിട്ട് നേരിട്ടു. ധനുവിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് വില്ലാണ്. ഇതും വൃശ്ചികം ധനു സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഇതുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മണ്ഡലകാലം. മണ്ഡലകാലം എന്ന് പറയുമ്പോൾ 41 ദിവസമാണ്. 41 എന്ന് പറയുന്നത് 2 സംഖ്യകൾ ചേർന്നിട്ടാണ് 4 1. 4 എന്ന് പറയുന്നത് വൈഷ്ണവ സംഖ്യയാണ്, വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. വിഷ്ണുവിൻ്റെ എല്ലാം ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇതെല്ലാം 4ന്റെ ഗുണിതങ്ങളാണ്. ഓം നമോ നാരായണായ ആണെങ്കിൽ 8 വരും, ഓം നമോ ഭഗവതേ വാസുദേവായ ആണെങ്കിൽ 12, പിന്നെ ചതുർഭുജധാരിയാണ്, ചതുർവേദ സ്വരൂപിയാണ് അല്ലേ, എല്ലാം കൊണ്ട് വരും. പഞ്ചഭൂതങ്ങളിൽ 4ാമത്തേതായ ആകാശത്തിൻ്റെ ആകാശമല്ലല്ലോ, ആകാശം, വായു, അഗ്നി, ജലം, ജലത്തിൻ്റെ അധിപനുമാണ് വിഷ്ണു. അതുകൊണ്ട് 4 ഇവിടെ എങ്ങനെയാണ്, വിഷ്ണു ശിവ സംയോഗമല്ലേ. അപ്പോൾ 4 എന്ന് പറയുന്നത് വൈഷ്ണവ ചൈതന്യത്തെ സൂചിപ്പിക്കുന്നു. 1 എന്ന് പറയുന്നത് ശിവചൈതന്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏകനും അദ്വിതീയനുമായിട്ടുള്ള ആ പരമാത്മ ചൈതന്യം പഞ്ചഭൂതങ്ങളിൽ 1ാമത്തേതായിട്ടുള്ള ആകാശത്തിനെയും സൂചിപ്പിക്കുന്നു. ഈ 4 1 ചേർത്ത് വെക്കുമ്പോൾ എന്തായി? ശരിക്കു പറഞ്ഞാൽ വൈഷ്ണവ ശൈവ സമന്വയം ആയി. അതുകൊണ്ട് നമ്മൾ ഈ 41 ദിവസം മണ്ഡലകാലമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മളുടെ ആചാര്യന്മാർ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുള്ളത് കൊണ്ടാണ് നമ്മളോട് ഇങ്ങനെയെല്ലാം ആചരിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാവും. പക്ഷെ ഞാനിവിടെ എടുത്തെടുത്ത് ചില പദങ്ങൾ പറയുന്നുണ്ട്, ആചാരം 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 എന്ന്. ശബരിമലയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയമുണ്ടായിരുന്നത് ആചാരങ്ങൾ വേണോ എന്നുള്ള ഒരു കാര്യമായിരുന്നു അല്ലേ. എല്ലായ്പ്പോഴും അത് പറയുമ്പോൾ ആചാരം എന്താണ്, അനാചാരം എന്താണ്, ദുരാചാരം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ആചാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആചാര്യന്മാർ നമ്മളോട് ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത്, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വേദങ്ങളിൽ നിഷിദ്ധമായിട്ടുള്ളത് ആചാരമല്ല, അല്ലെങ്കിൽ നമ്മളുടെ ആചാര്യന്മാർ ആചരിക്കാൻ പറഞ്ഞത് ആചാരമാണ്. അപ്പം അനാചാരം എന്താണ്? അനാചാരം എന്ന് പറയുന്നത് ചെയ്യേണ്ടാത്തതാണ്, പക്ഷേ അത് ചെയ്തു എന്ന് വെച്ച് സമൂഹത്തിനോ മറ്റുള്ളവർക്കോ ദോഷമൊന്നുമില്ല. ചിദാനന്ദപുരി സ്വാമിജികൾ ഇതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയും. ഒരു വീട്ടിലൊരു അച്ഛൻ എന്ന് പൂജയ്ക്ക് ഇരുന്ന് പൂജ ചെയ്യാൻ തുടങ്ങിയാലും പൂച്ച വന്ന് ശല്യപ്പെടുത്തും. ആ പാലൊക്കെ എടുത്ത് കുടിക്കും നിവേദ്യം വെക്കാൻ. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, എല്ലാ ദിവസവും പൂജയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഈ പൂച്ച എടുത്തൊരു കൊട്ടയ്ക്കകത്താക്കിയിട്ട് പൂജ ചെയ്യും. ഇത് കുട്ടിക്കാലം തൊട്ട് തന്നെ മക്കൾ കണ്ടുവരികയാണ്. മക്കൾക്ക് ഇത് എന്തിനാണെന്ന് അറിയില്ല. മക്കളുടെ കാലം എത്തിയപ്പോൾ പൂജ ചെയ്യാറായപ്പോൾ വീട്ടിൽ പൂച്ചയില്ല. അവരാണെങ്കിൽ കാശ് കൊടുത്ത് പൂച്ചയെ മേടിച്ചുകൊണ്ട് വന്ന് ഇതിനെ കൊട്ടയ്ക്കകത്താക്കി വെച്ചിട്ടാണ് പൂജ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അനാചാരമാണ്. പക്ഷെ ഇത് ചെയ്തു എന്ന് വെച്ച് വേറെ ആർക്കെങ്കിലും ദോഷമുണ്ടോ? ഒന്നുമില്ല. ദുരാചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഷ്ഠിക്കുന്നത് വഴി നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും സമൂഹത്തിനും ദോഷം വരുന്നുണ്ടെങ്കിൽ അത് ദുരാചാരമാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ ദോഷം? തീർച്ചയായിട്ടും ദുരാചാരമാണ്. നമ്മളുടെ ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കേണ്ടത് തന്ത്രിയും അല്ലെങ്കിൽ ശബരിമലയിലെ തന്ത്രിയും ഈ വിഷയത്തിൽ അറിവുള്ള ആചാര്യന്മാരുമാണ്. അത് നമ്മുടെ സ്മൃതിയിലൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ രീതികളും അല്ലെങ്കിൽ ആചാരങ്ങളും എല്ലാം തീരുമാനിക്കുന്നതും മാറ്റം വരുത്തേണ്ടതും അവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിലേറ്റവും വിവാദമായിട്ടുള്ളതാണ് സ്ത്രീകളുടെ പ്രവേശനം. ഇതിന് പല വശങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ഇത് മുഴുവൻ ചർച്ച ചെയ്തതാണ്. എങ്കിലും ഒരു കാരണം, ഒരു വശം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. 10 വയസ്സ് വരെയുള്ള പെൺകുട്ടിക്കുണ്ട്, 50 വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം ഇല്ലാത്തത്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ള ഊർജം എന്ന് പറയുന്ന ഒന്ന് തന്നെയാണെങ്കിൽ ഊർജത്തിൻ്റെ തോത് ഒന്ന് തന്നെയാണോ? നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ള ഊർജത്തിൻ്റെ തോത് ഒന്നാണോ? അല്ല. ഇതുപോലെ തന്നെ നമ്മളുടെ ഭാവം അനുസരിച്ച് നമ്മുടെ ഊർജം വ്യത്യാസപ്പെട്ടിരിക്കും. ശരിയല്ലേ? ഇതുപോലെ തന്നെ ഓരോ വിഗ്രഹത്തിൻ്റെ ഭാവം അനുസരിച്ച് ഊർജം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം അല്ലെങ്കിൽ ശാസ്താവിൻ്റെ വിഗ്രഹം യോഗീഭാവമാണ്. യോഗീഭാവത്തിൻ്റെ ഊർജം
സ്ത്രീകളുടെ ശരീരത്തിന് ഭാവത്തിന് ചേർന്നതല്ല. അതിന് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 10 വയസ്സിനും 50 വയസ്സിനും, യോഗി ഭാവം എന്ന് പറഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള തപസ് എന്ന് പറഞ്ഞാൽ, തപം എന്ന് പറഞ്ഞാലേ ചൂടെന്നാണ് അർത്ഥം. തപസ് ചെയ്യുമ്പോൾ എന്താണ്, വളരെയധികം ചൂടുണ്ടാവും ശരീരത്തിൽ. അതുകൊണ്ടല്ലേ ഈ കേദാറിലൊക്കെ പോയി നോക്കിയാൽ അവിടെ കൗവീനം മാത്രം, നമ്മൾ 5 സ്വെറ്റർ 5 സോക്സും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ അവർ കൗവീനം മാത്രം ധരിച്ച് നടക്കും. എന്തുകൊണ്ടാണ്? തപശക്തി മൂലം, ജപം മൂലം, സാധന മൂലം ശരീരത്തിന് ചൂടുണ്ട്. അപ്പോൾ ഇവിടെ അയ്യപ്പസ്വാമിയുടെ യോഗചര്യയിൽ ഇരിക്കുന്നതുകൊണ്ടുള്ള ഊർജം സ്ത്രീകളുടെ ശരീരത്തിന് ചേർന്നതല്ല. അതിന് കാരണം സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും 2 തരത്തിലാണ് ഏറ്റവും കൂടുതൽ ഊർജം നഷ്ടപ്പെടുന്നത്. ഒന്ന്, മാസമുറയുള്ളപ്പോൾ ശരീരത്തിൽ നിന്നും വളരെ അളവിൽ രക്തം പോകുന്നു. രക്തം പോകുമ്പോൾ രക്തത്തിൽ സൂക്ഷ്മമായിട്ടുള്ളത് എന്താണ്? പ്രാണനാണ്. നമ്മൾ ഈ സൂയിസൈഡ് ചെയ്യുമ്പോൾ, ആത്മഹത്യ ചെയ്യുമ്പോൾ വെയിൻ കട്ട് ചെയ്യും. വെയിൻ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താ പോകുന്നത്? രക്തമാണ്. രക്തം മുഴുവൻ പോയി കഴിഞ്ഞാൽ ജീവൻ പോയി എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ പ്രാണൻ പോയി. ഈ രക്തത്തിലൂടെ സൂക്ഷ്മമായിട്ട് പോകുന്നത് പ്രാണനാണ്. പഞ്ചപ്രാണനെ പറ്റിയും 10 പ്രാണനെ പറ്റിയും ഒക്കെ പറയുന്നില്ലേ? അപ്പോൾ രക്തം പോകുമ്പോൾ നമ്മളുടെ പ്രാണൻ വളരെയധികം അതിലൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷീണിതരാണ്, ഇളതാണ് നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മളോട് വളരെ ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നും ചെയ്യരുത്, തീയുടെ അടുക്കൽ പോകരുത്, ആ ചൂട് ഗർഭപാത്രത്തിന് തട്ടിയാൽ കേടുവരും, നമ്മളോട് കുനിഞ്ഞ് നമസ്കരിക്കരുത്, ഗർഭപാത്രത്തിന് കേടുവരും എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളുടെ ആചാര്യന്മാർ സ്ത്രീകളെ, അമ്മമാരെ വളരെ ഉയർന്ന തലത്തിലാണ് വെച്ചിരുന്നത്. അവർ നമുക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് കാണുന്നത്. 3 ദിവസം അവധി കിട്ടിയാൽ എന്തോരം ഓട്ടവാ ബാക്കിയുള്ള ദിവസം. കാലുമേ കാലും നീട്ടി വെച്ച് സുഖമായിട്ടിരുന്ന് വല്ല പുസ്തകമൊക്കെ വായിച്ച് അവർ കൊണ്ടുതരുന്നതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാൽ പോരെ. നമ്മൾ എന്തിനാണ്? മാറിയിരിക്കാൻ പറ്റുമെങ്കിൽ. ഇന്നത്തെ അണുകുടുംബത്തിൽ ചിലപ്പോൾ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ പറ്റില്ല. കഴിവതും വിശ്രമിക്കാൻ ശ്രമിക്കുക, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പിന്നീട് ഗർഭിണിയാകുമ്പോൾ പ്രസവ സമയത്തും ശരീരത്തിൽ നിന്നും വളരെയധികം രക്തവും മറ്റും പോകുന്നതുകൊണ്ട് സ്ത്രീയുടെ ശരീരം വളരെ ഇളതാണ്. അതുകൊണ്ട് ഒരു യോഗിയുടെ താപം, ഊർജം സ്വീകരിക്കാനുള്ളതല്ല സ്ത്രീയുടെ ശരീരം. നേരെ മറിച്ച് ഇപ്പം നമ്മൾ ഒരു പ്ലഗ് പോയിന്റിൽ തന്നെ മൊബൈൽ കൊണ്ടുവച്ചാൽ എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ എല്ലാ പ്ലഗ് പോയിന്റിലും മിക്സിക്ക് കുത്താൻ പറ്റുമോ? ഗ്രൈൻഡർ കുത്താൻ പറ്റുമോ? എനർജി, ഊർജം എന്ന് പറയുന്ന ഒന്നേ ഉള്ളെങ്കിലും പ്രതിഫലിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായിട്ട് ഈ ഊർജം സ്ത്രീകളിലേക്ക് പ്രവേശിക്കും. ചിലപ്പോൾ ചോദിക്കാം, അവിടെ പോയി തൊഴുതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. ഇത് സൂക്ഷ്മമായിട്ടാണ് പ്രവർത്തിക്കുക. വാഴ വെച്ചാൽ ഉടനെ വലിയ താമസമില്ലാതെ കായുണ്ടാവും. തേക്ക് വെച്ചാൽ തടി വീതി വെച്ച് വണ്ണം വെച്ച് വരണമെങ്കിൽ സമയമെടുക്കും. സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനമാണ്. അത് നമുക്ക് പെട്ടെന്നത് മനസ്സിലാവില്ല. എന്താണെങ്കിലും നമ്മളുടെ ഹിതത്തിന് വേണ്ടി, നമുക്ക് ഉചിതമായിട്ട് വേണ്ടിയിട്ടാണ് ഇവ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, 41 ദിവസത്തെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. മണ്ഡലകാലം 41 ദിവസം വ്രതമെടുത്ത് വേണം അയ്യപ്പസ്വാമിയുടെ അടുക്കൽ പോകാൻ. കാരണം പുരുഷന്മാരുടെ ശരീരവും ആ യോഗിയുടെ ഊർജം സ്വീകരിക്കണമെങ്കിൽ ഈ അയ്യപ്പന്മാർക്ക് സാധനാബലം വേണം. ശരിയല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. മൊബൈൽ കൊണ്ടുവച്ചാൽ കരിഞ്ഞു പോകുന്നത് പോലെ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മളുടെ ശരീരം ആ ഊർജത്തെ സ്വീകരിക്കാൻ പാകമല്ലാതെ ഇരിക്കും. അതുകൊണ്ട് 41 ദിവസം വേണ്ട രീതിയിൽ വ്രതം അനുഷ്ഠിച്ചു പോയാൽ അതിൻ്റേതായിട്ടുള്ള സൂക്ഷ്മഭാവം നമ്മളിൽ ഉണ്ടാകും. യാതൊരു സംശയവുമില്ല, വ്യത്യാസമുണ്ടാവും. പക്ഷെ നമ്മൾ പറയും, ഓ അതിനിപ്പോൾ ആരെങ്കിലും ഇപ്പം 41 ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ടോ, എല്ലാവരും പോകുന്നില്ലേ? ഒരു തെറ്റ് 100 പ്രാവശ്യം 1000 പ്രാവശ്യം പറഞ്ഞാൽ പലപ്പോഴും ശരിയായി എന്ന് പറയാറുണ്ടെങ്കിലും എന്ന് വെച്ച് ശരിയല്ലാതെ ആവില്ലല്ലോ. 41 ദിവസമാണ് വ്രതം എടുത്ത് പോകേണ്ടത്. ചിലരങ്ങനെ ചെയ്യുന്നില്ല. ഈ അടുത്ത ദിവസം ഒരു കുട്ടി ദുബായിൽ നിന്ന് ആണെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗായത്രി മന്ത്രത്തിൻ്റെ പ്രാധാന്യവും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനകത്ത് ഇതേ വാക്ക് തന്നെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നോട് സംസാരിക്കും. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇത്ര വലിയ ഈശ്വര കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ കുറേ കാലമായിട്ട് എനിക്കിതെല്ലാം കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ ചേച്ചിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും പ്രഭാഷണങ്ങളൊക്കെ ധാരാളം കേൾക്കാറുണ്ട് എന്നൊക്കെ ഒരു ദിവസം പറഞ്ഞു.
പിന്നെ ഒരു ദിവസം പറഞ്ഞു എനിക്ക് ചേച്ചിയോട് മിണ്ടാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ മിണ്ടി. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതുപോലെ ശബരിമലയുടെ കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഗായത്രി മന്ത്രം എന്തുകൊണ്ട് സ്ത്രീകൾ സാധനാബലമുള്ളവർ ചൊല്ലിയാൽ മതി എന്നുള്ളതിൻ്റെ കാരണം പറഞ്ഞു. കാരണം വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറയുന്നു, മന്ത്രങ്ങളിൽ ഞാൻ ഗായത്രിയാണ് ദ മോസ്റ്റ് പവർഫുൾ മന്ത്രയാണ്. അപ്പോൾ അത് വളരെ ശക്തിയേറിയ മന്ത്രമാണ്. അപ്പം അതുകൊണ്ട് അത്യാവശ്യം സാധനാബലവും ശരീരത്തിന് തപശക്തിയുള്ളവർ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടി പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഫലം സൂക്ഷ്മമായിരിക്കും. അപ്പം ഈ കുട്ടി പറഞ്ഞു, ചേച്ചി പണ്ട് കാലത്ത് ഞാൻ കുറേ അധികം ഗായത്രി ചൊല്ലിയിട്ടുണ്ട്, പക്ഷെ പിന്നെ അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സൂക്ഷ്മമായിട്ട് ചിലപ്പം വല്ല മാറ്റം ഉണ്ടായി കാണുമല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സൂക്ഷ്മമല്ല, സ്ഥൂലമായിട്ടുണ്ട്. ഇത്രയും കാലം ഭഗവത് കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു എന്നല്ലേ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ ധാരാളം ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അപ്പം എന്താണ്, സ്ഥൂലമായിട്ടുള്ള മാറ്റം തന്നെ അവിടെ ഉണ്ടാകുന്നു. ഇതെല്ലാം ഈ ജപത്തിൻ്റെയും സാധനയുടെയും ഫലമായിട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മലയ്ക്ക് പോകുന്നവർ പല കാര്യങ്ങളുണ്ട്. ഇപ്പം മലയ്ക്ക് പോകാൻ മാല ഇട്ട് കഴിഞ്ഞാൽ ചെരുപ്പൊന്നും ഇടാറില്ല അല്ലേ? അപ്പം ചെരുപ്പൊക്കെ ഇടാത്തതിന് എന്താണ് കാരണം? അതിനും പല കാരണങ്ങളുണ്ട്. ഒന്ന്, മല ചവിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും ചെരുപ്പിട്ടുകൊണ്ടല്ല പോകുന്നത്. അപ്പം അതിന് നമ്മുടെ കാലുകളെ ഒന്നൊന്ന് ശീലിപ്പിക്കുന്നതുമാകാം അല്ലേ? നമ്മളും ആ ഒരു രൂപത്തിനോടും അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതിയോടും താതാത്മ്യം പ്രാപിക്കുന്നത് ആയിരിക്കാം. അപ്പം അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ 41 ദിവസം വ്രതമെടുത്ത് തന്നെ വേണം പോകാൻ. ഇനി സ്ത്രീകൾ എന്തിനു വാശി പിടിക്കുന്നു? സ്ത്രീകൾക്ക് അവസരമുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ വീട്ടിലുള്ള അയ്യപ്പ സ്വാമിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം. ഇനി അതല്ല എങ്കിൽ മാനസപൂജ നമുക്കായി തന്നിട്ടുണ്ട്. ശങ്കരാചാര്യർ പോലും ശിവമാനസ പൂജാ സ്തോത്രം എഴുതിയിട്ടുണ്ട്. വേറെ പലതരത്തിലുള്ള മാനസപൂജാ സ്തോത്രം എഴുതിയിട്ടുണ്ട്. ഭീഷ്മരാണെന്ന് തോന്നുന്നു, ഭീഷ്മരാണോ വിദുരരാണോ ഈ തീർത്ഥയാത്ര, ഭീഷ്മരൻ ധാരാളം സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് വിദുരരാണ്. വിദുര തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഈ തീർത്ഥസ്ഥലങ്ങളെ പറ്റിയൊക്കെ യുധിഷ്ഠിരൻ വളരെ ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു, ഇവിടെയൊക്കെ എങ്ങനെ പോകണം. ഇനി ഇവിടെ എല്ലാം പോകാൻ പറ്റിയില്ലെങ്കിൽ മാനസപൂജ നടത്താമെന്ന് പറയുകയാണ്. ശിവമാനസ പൂജാ സ്തോത്രത്തിൽ ശങ്കരാചാര്യർ പറയുന്നു, രത്നേ കൽപ്പിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്ന വിഭൂഷിതം മൃഗമദം മോദാന്വിതം ചന്ദനം ജാതി ചമ്പക ബില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപദേഹ കൽപ്പിതം ഗൃഹ്യതാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ നമ്മുടെ മുന്നിലുണ്ട് എന്നങ്ങ് ചിന്തിക്കുക. രത്നേ കൽപ്പിതമാസനം, നമ്മുടെ കയ്യിൽ രത്നമൊന്നും വേണ്ട, പക്ഷെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നു, ഞാൻ എല്ലാ രത്നങ്ങളും ഒക്കെ പതിച്ച സിംഹാസനത്തിൽ എൻ്റെ ഭഗവാനെ ഇരുത്തുന്നു അല്ലേ? ഭൗതികമായിട്ട് നമ്മൾ ദരിദ്രരായിരിക്കാം, നമ്മുടെ മനസ്സിലെ ഭഗവാനെ നമുക്ക് ഇരുത്താം. രത്നേ കൽപ്പിതമാസനം ഹിമജലൈ, നല്ല തണുത്ത ഹിമാലയത്തിലെ നല്ല ഗംഗാജലം കൊണ്ട് ഞാൻ എൻ്റെ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു. ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം അല്ലേ? നല്ല നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ, ദിവ്യമായിട്ടുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ ഉടുപ്പിക്കുന്നു. ആദ്യം തൊട്ട് ചൊല്ലി നോക്കിയാലേ അറിയൂ. രത്നൈ കൽപ്പിതമാസനം ഹിമജലൈ സ്നാനം ച ദിവ്യാംബരം നാനാരത്ന വിഭൂഷിതം, അറിയാലോ. മൃഗമദം അല്ലേ? നല്ല കൃഷ്ണമൃഗത്തിൻ്റെ തോലൊക്കെ എടുത്ത് മോദാന്വിതം ചന്ദനം ജാതി ചമ്പക ബില്വ പത്രരചിതം, എത്ര തരത്തിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കാം. അപ്പം ഇതെല്ലാം നമുക്ക് മാനസ പൂജ പറ്റും. ചിലർക്ക് എല്ലാവർക്കും തീർത്ഥയാത്രയൊന്നും പോകാൻ പറ്റില്ല അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മാനസ പൂജ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്? ഇവിടെ ഇരുന്ന് സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ആചാരങ്ങളെ ഖണ്ഡിക്കാതെ വീട്ടിലിരുന്ന് ആ അയ്യപ്പ സ്വാമിക്ക് മാനസ പൂജ ചെയ്യാൻ സാധിക്കും. ആ മാനസ പൂജയിൽ സംപ്രീതനായാൽ ഭഗവാൻ എന്ത് ചെയ്യും? നമുക്ക് ആ പ്രായം എത്തുമ്പോൾ വളരെ നല്ല രീതിയിൽ ഭഗവാൻ അവിടെ മുന്നിൽ കൊണ്ട് നമ്മളെ നിർത്തും, നമുക്ക് വേണ്ട ദർശനം തരും. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഹിതകരമായിട്ടുള്ള രീതിയിൽ, പ്രിയമായിട്ടുള്ള രീതിയിലല്ല. പലർക്കും പ്രിയം എന്താണ്? സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകണം. പ്രിയം നമുക്ക് ഹിതമാകണമെന്നില്ല. ഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉചിതമായിട്ടുള്ളത്, നല്ലത്. നമുക്കിഷ്ടമുള്ളതെല്ലാം നമുക്ക് നല്ലതാവണമെന്നുണ്ടോ? ഓരോ വരമൊക്കെ പോയി മേടിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലതൊക്കെ ആഗ്രഹിച്ച് നമ്മൾ കൊണ്ടുവരും.
കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് പൊല്ലാപ്പാണെന്ന് തോന്നുന്നത്, വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. പക്ഷെ അത് നമുക്ക് പ്രിയമായിരുന്നു, ഹിതമല്ല. നമ്മുടെ ഹിതം ഏതാണെന്ന് ആർക്കാണ് അറിയുന്നത്? ശരിക്കു പറഞ്ഞാൽ അത് അറിയാവുന്നത് ഭഗവാന് മാത്രമാണ്, അല്ലേ? ആ ഭഗവാന് നമുക്ക് പറഞ്ഞു തരാനുള്ള ഹിതത്തിനെ ഋഷീശ്വരന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് തന്നിരിക്കുന്നു. ഭൂതനാഥോപാഖ്യാനത്തിലൂടെയും ആചാര്യന്മാരും ശാസ്ത അയ്യപ്പ സങ്കല്പം നമുക്കായി തന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു മലയ്ക്ക് പോകുന്ന സാധന വ്രതത്തിന് വേണ്ട പരിപാവനതയോടുകൂടി പോവുക. വ്രതത്തിനെ പറ്റി ഒരു വാക്കുകൂടി പറയാം. വ്രതവും തപസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. തപസ്സെന്ന് പറഞ്ഞാൽ കാര്യസിദ്ധി, എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ടാണ് തപസ് ചെയ്യുന്നതെങ്കിൽ കാര്യസിദ്ധി വരുന്നത് വരെ തപസ് ചെയ്യണം. അതെപ്പോഴാണ് തീരുക എന്നറിയില്ല. വ്രതത്തിന് കാലപരിധിയുണ്ട്, കാര്യം നടന്നാലും ഇല്ലെങ്കിലും. ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസമേ ഉള്ളൂ. വൈകുണ്ഠ ഏകാദശി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസമേ ഉള്ളൂ. 41 ദിവസം മണ്ഡലക്കാലം എന്ന് പറഞ്ഞാൽ 41 ദിവസം നടന്നാലും നടന്നില്ലെങ്കിലും ആഗ്രഹം സാധിച്ചാലും തീരും. അപ്പോൾ ആ വ്രതത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. വേണമെങ്കിൽ അത് നമ്മളുടെ ഒരു സാധനാ പദ്ധതി തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആചാര്യന്മാർ തന്നിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലക്കാലം, അല്ലേ? അതിനനുസരിച്ച് വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഭഗവത് ചിന്തയോടുകൂടി ആ അയ്യപ്പസ്വാമി കലിയുഗ വരദൻ ഈ ഭൂമിയിൽ ധർമ്മം പരിപാലിക്കുന്നതെല്ലാം കണ്ടാസ്വദിച്ച് നമുക്ക് ജീവിക്കാം. അവസാന കാലഘട്ടം വരെ ആ സനാതന ധർമ്മത്തിൽ ഉറച്ച് പ്രവർത്തിക്കാൻ നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരു കാര്യം എൻ്റെ കൂടെ ഓർമ്മ വന്നു. കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ചില അനാചാരങ്ങളും ദുരാചാരങ്ങളും ഇതിൻ്റെ കൂടെ പറയണമെന്ന് വിചാരിച്ചു. ശബരിമലയിൽ അരങ്ങേറുന്നുണ്ട്. കൂടുതലായുള്ള ആളുകൾ വന്ന് അവിടെ തേങ്ങ ഉരുട്ടുന്നുണ്ട്. ഇത് ശബരിമലയിലെ ഒരു ആചാരമല്ല, അതൊരു പക്ഷേ ദുരാചാരമാണ്. കാരണം ഇത് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മഞ്ഞൾ വിതറുന്നു, കൂടുതലും കേരളത്തിന് പുറത്തുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ആചാരം എന്താണോ അത് മാത്രം ചെയ്യുക. അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒഴിവാക്കി വ്രതങ്ങളെല്ലാം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാൻ പറ്റട്ടെ. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു.